നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഭിന്നത മറന്ന തിരഞ്ഞെടുപ്പിനെ ഒരു മനസ്സോടെ നേരിടാൻ കോൺഗ്രസ്. വിശദമായ റിപ്പോർട്ട് കാണാം. ഹെഡ്ലൈൻസ്. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് നീക്കം. തരൂരിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി വി.ഡി. സതീശൻ. കേരള യാത്രയ്ക്ക് മുൻനിരയിലുണ്ടാകുമെന്ന് തരൂരിന്റെ ഉറപ്പ്. നിയമസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറെന്നും 10 സീറ്റ് എന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്നും പി.ജെ. ജോസഫ്. കായംകുളത്ത് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട പോസ്റ്റർ. മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്ന് കെ മുരളീധരൻ. പഠനഭാരം കുറയ്ക്കാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലെ സിലബസ് 25% കുറയ്ക്കുമെന്ന് വി. ശിവൻകുട്ടി. തീരുമാനം സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന്. വ്യവസായി സി.ജെ. റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് കർണാടക സർക്കാർ. ബന്ധുക്കളുടെ മൊഴിയെടുത്തു. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും. സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്ന ആദായ നികുതി വകുപ്പ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നേരായ അന്വേഷണം വേണമെന്നും വി.ഡി. സതീശൻ. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയെന്ന എം.വി. ഗോവിന്ദൻ. സി.ജെ. റോയിയുടെ സംസ്കാരം നാളെ. അതിവേഗ റെയിൽ പദ്ധതിക്ക് UDF എതിരെന്നും സിൽവർ ലൈനെ എതിർത്തത് സാമ്പത്തിക പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടെന്നും വി.ഡി. സതീശൻ. ഇ. ശ്രീധരന്റെ പദ്ധതിയാണ് നടപ്പാക്കാൻ കൂടുതൽ സൗകര്യമെന്നും അതിന് ചിലവ് കുറവെന്നും കെ മുരളീധരൻ. ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. സംഘം ലക്ഷ്യമിട്ടത് ജൂത ഉടമസ്ഥതയിലുള്ള ആഗോള കോഫി ശൃംഖലയുടെ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകളെന്ന കണ്ടെത്തൽ. വൈറ്റ് കോളർ ടെററിസം മൊഡ്യൂൾ കഴിഞ്ഞ 4 വർഷമായി സജീവമായിരുന്നുവെന്നും വിവരങ്ങൾ. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരം രാത്രി 7 മണി മുതൽ. സഞ്ജു സാംസൺ നിർണായകം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഫൈനൽ ഇന്ന്. പോരാട്ടം അരിങ്ക സബലങ്കയും എലേന റിബക്കിനെയും തമ്മിൽ. വാർത്തകൾ വിശദമായി നോക്കാം. അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി.ജെ. റോയിയുടെ സംസ്കാരം നാളെ നടക്കും. ബെനാർഘട്ടയിലെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ. സി.ജെ. റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സഹോദരൻ സി.ജെ. ബാബു രംഗത്തെത്തി. എന്നാൽ സി.ജെ. റോയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽ നീളുമ്പോഴും എന്തൊക്കെയോ ചില ദുരൂഹതകൾ തുടക്കത്തിൽ തന്നെ മുന്നിട്ട് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു വ്യവസായി ഇത്തരത്തിൽ ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു പേടി കൊണ്ട്, അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഭയക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സി.ജെ. ബാബു രംഗത്തെത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആദായ നികുതി വകുപ്പിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും വലിയ പ്രതിസന്ധികളിലൂടെ തൻ്റെ വ്യവസായ സാമ്രാജ്യം ഇത്രയധികം ഉയരത്തിലെത്തിച്ച ഒരാൾ 1 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിൽ ഇത്രയും പെട്ടെന്ന് തളർന്നു കൊണ്ട് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം പരിശോധനകളെല്ലാം സർവ്വസാധാരണവും എല്ലാത്തരം വ്യവസായികളെയും സാധാരണഗതിയിൽ തന്നെ അവർ നേരിടുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ സി.ജെ. റോയിയെ പോലെ ഇത്ര ഉയർന്ന തലത്തിൽ വ്യവസായം നടത്തുന്ന ഒരാൾ ഇത്ര പെട്ടെന്ന് തളർന്നു പോകുന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ ഔദ്യോഗികമായി അവർ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ അവരുടെ നിലപാട്, അവരുടെ വൃത്തങ്ങളുടെ സൂചന ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് തങ്ങൾ നിയമപരമായ മാർഗത്തിലൂടെ മാത്രമാണ് പോയിരിക്കുന്നത്, ഒരു തരത്തിലുള്ള സമ്മർദ്ദവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അവരുടെ ഔദ്യോഗികമായൊരു പ്രസ് റിലീസ് എങ്കിലും ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഈ ഘട്ടത്തിൽ അവർ ഒരു സമ്മർദ്ദത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അവർക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അവരുടെ ഭാഗത്തുനിന്നും ഒരാവശ്യമായി വന്നിരിക്കുകയാണ്. എന്തായാലും നാളത്തേക്കാണ് സംസ്കാരം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കർണാടക
പോലീസിൻ്റെ CID വിഭാഗവും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ജീവനക്കാരുടെ എല്ലാം മൊഴികൾ ഫലസുരയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും ഇതുമായി ബന്ധപ്പെട്ട ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ തന്നെ ബന്ധുവായ CJ ബാബുവിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ വളരെ സമ്മർദ്ദത്തിലായിരുന്നു. തൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അടിയന്തരമായി കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 3 ദിവസമായി പരിശോധനകൾ നടക്കുകയാണ്. അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു CJ റോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റ് കടബാധ്യതകളോ മറ്റ് പ്രശ്നങ്ങളോ ബിസിനസ്സിൽ തകർച്ചകളോ മറ്റൊരു വിഷയവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ വരേണ്ട യാതൊരു സാഹചര്യമില്ല. മാത്രമല്ല ഇത്തരത്തിലൊരു സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നും പറയുന്നു. എന്തായാലും വലിയ ദുരൂഹത ഇക്കാര്യത്തിൽ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. കാരണം സൈലൻസർ ഘടിപ്പിച്ച ഒരു തോക്കിൽ നിന്നാണ് ഈ രീതിയിൽ വെടിയുതിർത്തിരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം കാര്യമായി ജീവനക്കാർ പോലും കേട്ടില്ല എന്ന് പറയുന്നു. നെഞ്ചിനും ഹൃദയത്തിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് വെടി ഉതിർന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം തന്നെയാണ്. കാരണം ദക്ഷിണേന്ത്യയിലും വിദേശം ഉൾപ്പെടെ വലിയ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തി വലിയ ബന്ധങ്ങളുള്ള ആളാണ് CJ റോയ്. വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തി. അതുകൊണ്ട് തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്നൊരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവാർത്തയിലൂടെ ശ്രമിച്ചത്. എന്തായാലും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ബന്ധുക്കളുടെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അമ്മയെ വിളിക്കുകയാണെന്ന് പറഞ്ഞാണ് CJ റോയ് പോയതെന്ന് പറയുന്നു. അമ്മയെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരൂഹത അകലുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വപ്ന, CJ റോയിയുടെ സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും എന്താണ് ശ്രീജിത്ത് പുറത്തു വരുന്നത്? CJ റോയിയുടെ സംസ്കാരം സംബന്ധിച്ച് ഇന്നലെ ആദ്യം തീരുമാനിച്ചത് ഇന്ന് വൈകിട്ട് നടത്തുമെന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ സംസ്കാരം മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരത്തോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷമാണ് നാളെ സംസ്കാര ചടങ്ങുകൾ 4 മണിയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കർണാടകത്തിന് പ്രത്യേകിച്ച് ബംഗളൂരുവിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു വ്യക്തിത്വമാണ് CJ റോയ്. അദ്ദേഹം കൊച്ചി സ്വദേശിയായിരുന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു. 6,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങി 12 കോടി രൂപ വരെ അദ്ദേഹത്തിന് സ്ഥലത്തിന് മൂല്യം ഉയർന്ന ഒരു സ്ഥലത്ത്, അതായത് ബംഗളൂരു നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബംഗളൂരു നഗരവുമായും അവിടുത്തെ ഉദ്യോഗസ്ഥരെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒക്കെ വലിയ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് CJ റോയ്. അവിടുത്തെ വ്യവസായ ലോകത്തിലെ ഏറ്റവും പ്രമുഖനായൊരു സാന്നിധ്യമാണ് CJ റോയ്. നാളെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ടോടുകൂടി സംസ്കരിക്കാനാണ് തീരുമാനം. വിദേശത്ത് നിന്നുള്ള ബന്ധുക്കളൊക്കെ എത്തി തുടങ്ങുന്നു. എന്തായാലും ബന്ധുക്കൾ ഈ ഒരു വളരെ അപ്രതീക്ഷിതമായൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ അവർക്ക് പോലീസ് അന്വേഷണമായി ഘട്ടത്തിൽ സഹകരിക്കേണ്ടതുണ്ട്. എന്തായാലും ദുരൂഹത നീങ്ങുന്ന അന്വേഷണം സമാന്തരമായി നടക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നാളെയോടുകൂടി പൂർത്തിയാക്കി വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാരം നടത്താൻ നാളെയോടുകൂടി റോയിയുടെ സംസ്കാരം നടക്കും. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. അതേസമയം CJ റോയിയുടെ മരണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഇന്ന് വന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, നേരായ അന്വേഷണം വേണമെന്നും ഒരു ബിസിനസ്സുകാരൻ ED റെയ്ഡിനെ ഭയക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെൻ്റാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയാണ്. മരണശേഷവും പരിശോധന തുടർന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാനാകുക. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് കാര്യം നമുക്ക് അറിയുന്നതല്ല. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അവസാന പോരാട്ടം ഇന്നാണ്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ ആദ്യമായി കാണികൾക്ക് മുന്നിൽ ബാറ്റ് ചെയ്യുന്നു എന്നതാണ് മത്സരത്തിലെ പ്രധാന ആകർഷണം. വിവരങ്ങളുമായി ആദ്ര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആദ്ര, ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയുടെ ആവേശത്തിലാണ് തലസ്ഥാന നഗരി. പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ഇന്ന് ഏത് രീതിയിൽ പ്രകടനം പുറത്തെടുക്കുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനം ചില വിഷമങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇന്നിപ്പോൾ സഞ്ജു ബാറ്റ് എത്തുമ്പോൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്?
സ്വപ്ന, ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം രാത്രി 7 മണിക്ക് മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കും. നിലവിലേതായാലും കാണികളും അതുപോലെ തന്നെ ക്രിക്കറ്റ് ആരാധകരും ഉൾപ്പെടെ ഈ വേദിയിലേക്കും ഈ സ്റ്റേജിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ പേരുകൾ അണിഞ്ഞുകൊണ്ടുള്ള ജേഴ്സി ഉൾപ്പെടെ അതിൻ്റെ ഉൾപ്പെടെ വിൽപ്പനയും ഇവിടെ തകൃതിയായി നടക്കുകയാണ്. ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് സഞ്ജു തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മികച്ച പ്രകടനം സഞ്ജുവിനെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ മത്സരത്തിൽ ആ ഒരു വിഷമമൊക്കെ തന്നെ, ആ ആരാധകരുടെ ആ വിഷമമൊക്കെ തന്നെ മാറുമെന്നുള്ള നിലയ്ക്കാണ് കാണികളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ആരാധകരെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിലേതായാലും ഇരിക്കുന്നത്. കാരണം അത്തരത്തിൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം വലിയ രീതിയിലുള്ള ആവേശത്തോടെ തന്നെയാണ് ഇവിടെ കാണികൾ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ്, നല്ല ആവേശത്തിലാണ്. സഞ്ജു തകർക്കും. സഞ്ജു കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഒരു ചെറിയ നിരാശയായിരുന്നു. ആ നിരാശ ഇത്തവണ എല്ലാവരുടെ നിരാശ മാറ്റും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും ഒരു ആവേശം എന്ന് പറയുന്നത്. സഞ്ജുവിൻ്റെ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തുന്നത്. ഈ ടിക്കറ്റുകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിലെ ഒരു മണിക്കൂറുകളിൽ തന്നെ ടിക്കറ്റ് വിൽപ്പന പൂർത്തിയായ ഒരു കാഴ്ചയൊക്കെ തന്നെ കണ്ടിരുന്നു. അത്രത്തോളം ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും കൃത്യം 7 മണിക്ക് തന്നെ ഈ മത്സരങ്ങൾ ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പരിസരങ്ങളിലും ഒക്കെ തന്നെ 2 മണി മുതൽ രാത്രി 12 മണി വരെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുണ്ട്. നിലവിലേതായാലും കൃത്യം 7 മണിക്ക് ഈ മത്സരങ്ങൾ ആരംഭിക്കും. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ക്രിക്കറ്റ് ആരാധകർ എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മോശം പ്രകടനത്തിൻ്റെ നിരാശ ഈ ഒരു മത്സരത്തിൽ മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഫൈനൽ ഇന്നാണ്. അരീന സബലങ്കയും എലേന റിബക്കിനിയും തമ്മിലാണ് പോരാട്ടം. ആദ്യ സെമിയിൽ യുക്രൈൻ താരം എലേന സ്വെറ്റ്ലിനെ തോൽപ്പിച്ചാണ് സബലങ്ക ഫൈനലിലെത്തിയത്. അമേരിക്കയുടെ ജെസിക്ക പെഗുലെയാണ് കസാഖിസ്ഥാൻ താരം എലേന റിബക്കിന മറികടന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മത്സരം. നാളെ നടക്കുന്ന പുരുഷ ഫൈനൽ ലോക 1 നമ്പർ താരം കാർലോസ് അൽക്കാരസും സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജയസാധ്യത തന്നെയാണ് പ്രധാനം. ആവശ്യമെങ്കിൽ ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണ്. എന്നാൽ 10 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കേരള കോൺഗ്രസ് തോറ്റതിന് സമാനമെന്നും PJ ജോസഫ് പറഞ്ഞു. അതിലിപ്പോൾ ഈ സീറ്റ് ചർച്ചയെ പറ്റിയ പത്രങ്ങളിലും വഴിയായി വരുന്ന വാർത്തകൾ ഒന്നും അടിസ്ഥാനമുള്ളതല്ല. അതൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള പൊതുവൊരു പരാമർശമല്ലാതെ മറ്റുള്ളൊരു കാര്യങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കാൻ കഴിയും. കായംകുളത്ത് K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട പോസ്റ്റ്. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് പോസ്റ്റ്. കേരളത്തിന്റെ മതേതര മുഖമായ K മുരളീധരനെ കായംകുളത്തിന് നൽകുക എന്നാണ് പോസ്റ്ററിൽ. കോൺഗ്രസ് ഓഫീസിന് സമീപവും നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്ന് K മുരളീധരൻ. മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലല്ല കാര്യം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. ഇത്തവണ കുഴിയിൽ ചാടാനില്ല എന്നും K മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. ഞാൻ മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല. പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെ. അതെന്താണ് കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല. അതുകൊണ്ടൊന്ന് മാറി നിൽക്കാത്തവണമെന്ന് വിചാരിച്ചതാണ്. അതായത് അത് പാർട്ടി തീരുമാനിച്ചോട്ടെ. ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് ജയിച്ച ചടയമംഗലത്തും വേദിയുണ്ട്. പയ്യന്നൂരും മറ്റേ കന്യാശ്ശേരിയും മാത്രമില്ല, ബാക്കി എല്ലായിടത്തും. ഈ കോൺഗ്രസ്സുകാർക്ക് അത്ര സ്നേഹമാണോ? അത് സ്നേഹമാണോ നിഗ്രഹമാണോ? അല്ല, കഴിഞ്ഞ അതിവേഗ റെയിൽ പദ്ധതിക്ക് UDF എതിരല്ലെന്നും റെയിലിനെ എതിർത്തത് സാമ്പത്തിക പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം പദ്ധതി കൊണ്ടുവരുന്നതിന് തങ്ങൾ എതിരല്ല എന്നും കേന്ദ്രം പദ്ധതി കൊണ്ടുവരട്ടെ എന്നും സതീശൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയെ എതിർത്തു, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ അനുകൂലിച്ചു. ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത്. റെയിൽവേക്കല്ല അതിൻ്റെ ഉത്തരവാദിത്തം. അവർ പദ്ധതി പ്രഖ്യാപിക്കട്ടെ. ഈ ശ്രീധരനെ പോലത്തെ ഒരാളാണത് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, ഞങ്ങളതിനെ എതിർക്കുന്നില്ല, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത്, എന്തെല്ലാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ പദ്ധതിയെക്കുറിച്ച്
പറഞ്ഞിരുന്നു നേരത്തെ. അതിവേഗ റെയിൽ പദ്ധതിയിൽ പ്രതികരിച്ച കെ മുരളീധരൻ, ഇ ശ്രീധരന്റെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ കൂടുതൽ സൗകര്യം, അതിന് ചെലവ് കുറവാണ്, സിൽവർ ലൈൻ ഒരു തട്ടിക്കൂട്ട് പദ്ധതിയായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചു. എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നല്ലത് ശ്രീധരൻ്റെ പ്രപ്പോസലായിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത്. കാരണം സംസ്ഥാനത്തിന് ചിലവ് കുറവാണ്. സംസ്ഥാന സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും. അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഏതായാലും അതിൻ്റെ DPR കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ അതിവേഗ റെയിൽ വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 10ാം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾക്ക് പരാതിയുണ്ടെന്നും അടുത്ത വർഷം സിലബസ് 25% കുറയ്ക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് സിലബസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് 3 കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. പോയോ കൈവക്ക് എണീറ്റിക്ക് ഇപ്പം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ സിലബസ് കൂടുതൽ അല്ലേ? അതല്ലേ ഏത് വിഷയത്തിനായിരുന്നു? സോഷ്യൽ സയൻസ് സിലബസ് കൂടുതലാണ്. അത് പൊതുവിലുള്ള ഒരു പരാതിയാണ്. അതുകൊണ്ട് അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ 25% സിലബസ് കുറയും എന്നുള്ള കാര്യം കൂടി ഞാൻ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വെച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. മന്ത്രി വി ശിവൻകുട്ടി താക്കോൽ കൈമാറി. സ്കൂൾ കെട്ടിടത്തിന് സമീപത്തുകൂടി കടന്നുപോയിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. 1000 സ്ക്വയർ ഫീറ്റിൽ 6 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘം ലക്ഷ്യമിട്ടത് ജൂത ഉടമസ്ഥതയിലുള്ള ഒരു ആഗോള കോഫി ശൃംഖലയുടെ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകൾ തകർക്കാനെന്ന വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസം മൊഡ്യൂൾ കഴിഞ്ഞ 4 വർഷമായി സജീവമായിരുന്നുവെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. പ്രധാന നഗരങ്ങളിലെ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകൾ ആക്രമിച്ചതിലൂടെ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടിക്കെതിരെ ശക്തമായ സന്ദേശം നൽകാനാണ് പ്രതികൾ ഉദ്ദേശിച്ചത്. മാത്രമല്ല, ആക്രമണ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭീകരർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയാകും. നിലവിൽ രാജ്യസഭാ MP ആണ് സുനേത്ര. NCPയുടെ മുതിർന്ന നേതാക്കൾ ബരാമതിയിൽ നടത്തിയ യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ. ഇതോടെ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാകും സുനേത്ര പവാർ. അജിത് പവാറിന്റെ പിൻഗാമിയായി ഭാര്യ സുനേത്ര ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ല എന്ന് NCP നേതാക്കൾ വ്യക്തമാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സുനേത്ര അതേ വർഷം ജൂണിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇന്ന് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും വൈകിട്ട് സംഘടിപ്പിക്കുന്ന ലോക് ഭവനിലെ ചെറിയ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും NCP നേതാക്കൾ വ്യക്തമാക്കി. ഉപമുഖ്യമന്ത്രി പദം ആരേറ്റെടുക്കണമെന്ന NCPയുടെ തീരുമാനം എന്തുതന്നെയായാലും അത് പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രഫുൽ പട്ടേൽ, സുനിൽ തത്കറെ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന എക്സൈസ്, കായിക വകുപ്പുകൾ സുനേത്രയ്ക്ക് നൽകിയേക്കും. അതേസമയം ധനകാര്യ വകുപ്പ് താൽക്കാലികമായി മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP വിഭാഗവുമായി പാർട്ടി ലയിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. 2 വിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നത് അജിത് പവാറിന്റെ ആഗ്രഹമായിരുന്നുവെന്ന് ചില നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലയനകാര്യത്തിൽ പാർട്ടിയിൽ ഇപ്പോഴും ഭിന്നത നിലനിൽക്കുന്നുണ്ട്. സുനേത്ര പവാർ സംസ്ഥാന മന്ത്രിസഭയിൽ എത്തുന്നതോടെ രാജ്യസഭാ സീറ്റിലേക്ക് മകൻ പാർത്ഥ് പവാറിനെ അയക്കാനും നീക്കമുണ്ട്. ബുധനാഴ്ചയാണ് മഹാരാഷ്ട്ര പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേർ സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനം തകർന്നു വീണത്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
6-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി ശശി തരൂരിനെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയിലുടനീളം മുൻനിരയിലുണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിന് ചുമതല നൽകും. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പാർട്ടിക്കുള്ളിലെ എല്ലാ പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നേതാക്കൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയാണ്. ടീം UDF എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ താഴെത്തട്ട് വരെ എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ തരൂർ KPCC ആസ്ഥാനത്തെത്തിയത് എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ചു തന്നെയാണ്. തരൂരിനെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ചേർത്തു നിർത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തരൂരിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ടത്. ഫെബ്രുവരി 6 മുതൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേരള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിനു തൊട്ടു മുൻപുള്ള ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. താൻ നയിക്കുന്ന യാത്ര മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസം വരെയും തരൂരിന്റെ സജീവ സാന്നിധ്യം പ്രധാന ഘടകമാണെന്ന തിരിച്ചറിവിലാണ് വി ഡി സതീശൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തരൂർ വിഷയം ഒരു ചർച്ചയാക്കാൻ സതീശൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയാണ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിനാകും ചുമതല. വി ഡി സതീശന്റെ യാത്രയിൽ താൻ മുൻനിരയിൽ ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിൽ ചുവടുറപ്പിക്കാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമെന്ന വിലയിരുത്തലിന്റെ കേന്ദ്ര ബജറ്റ് നാളെയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ജനപ്രിയ പദ്ധതികൾക്കൊപ്പം ഭാവി വികസനം കൂടി ലക്ഷ്യമിട്ടായിരിക്കും നിർമ്മല സീതാരാമൻ തന്റെ 9ാമത് ബജറ്റ് അവതരിപ്പിക്കുക. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും നടപടിയുണ്ടാകും. AI അടക്കമുള്ള സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കും. സ്ത്രീ ശാക്തീകരണ പദ്ധതികളും പ്രതീക്ഷിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, പ്രതിരോധം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷ. റോഡുകൾ, റെയിൽ തുടങ്ങി അടിസ്ഥാന വികസന പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താൻ സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണ്. 2025 ബജറ്റിൽ ആദായ നികുതി വരുമാന പരിധി 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം ശമ്പള വരുമാനക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഉയർത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇത് 1 ലക്ഷമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ദമ്പതികളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് ആദായ നികുതി നിശ്ചയിക്കുന്ന ജോയിന്റ് ടാക്സ് സംവിധാനം കൊണ്ടുവരും. ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാകും കൂടുതലായി ഉണ്ടാവുക. ഭവന വായ്പകളുടെ പലിശയിൽ കൂടുതൽ ഇളവ് പ്രതീക്ഷിക്കാം. ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിൽ രൂപ പുതിയ താഴ്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമായതിനാൽ ഇറക്കുമതി, കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട് ഉത്തേജനം നൽകുന്ന പാക്കേജുകൾ പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം ഇന്ത്യയിലേക്ക് കൂടുതലായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സർക്കാരിന് സാധിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമായും എയിംസ് ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ വേണമെന്നും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത സംബന്ധിച്ചും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ഇതിനു പുറമെ ശബരി റെയിൽപാത തുടങ്ങി വിവിധ പദ്ധതികളിലും കേരളം പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 790 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന്റെ ഇന്നത്തെ വില 14,720 രൂപയാണ്. തുടർച്ചയായ 2ാം ദിവസമാണ് സ്വർണത്തിന്റെ വില ഇടിയുന്നത്. ഇന്നലെ സ്വർണത്തിന്റെ വില പവന് 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയായിരുന്നു. 1 ഗ്രാമിന് 655 രൂപയും ഇന്നലെ കുറഞ്ഞിരുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ കനത്ത ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട്. ലോക കേരള സഭ 5ാം എഡിഷന് ഇന്ന് സമാപനം. 7 മേഖലാ യോഗങ്ങളുടെയും 8 വിഷയാധിഷ്ഠിത സമിതികളുടെ റിപ്പോർട്ടിംഗും ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തും. വൈകിട്ടാണ് സമാപന സമ്മേളനം. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ പ്രധാന വേദിയാക്കിയാണ് ലോക കേരള സഭയുടെ 5ാമത് എഡിഷൻ തിരുവനന്തപുരത്ത് നടന്നത്.
നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്കുൾപ്പെടെ 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും 7 മേഖലാ സമ്മേളനങ്ങളുമായിരുന്നു പ്രധാന അജണ്ട. ഇവയുടെ റിപ്പോർട്ടിങ്ങിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി നൽകും. 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീർ മുഖ്യ അതിഥിയാവും. നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ ചർച്ചയാണ് മന്ത്രി R. ബിന്ദു നേതൃത്വം നൽകിയ ലോക കേരള സഭയുടെ ഓപ്പൺ ഫോറത്തിൽ ഉണ്ടായത്. 125 രാജ്യങ്ങളിലെയും 25 സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ 3 ദിവസമായി നടന്ന ലോക കേരള സഭയിൽ പങ്കെടുത്തു. അതേസമയം ധൂർത്തും നടത്തിപ്പിലെ വ്യക്തതക്കുറവും ആരോപിച്ച് പ്രതിപക്ഷം ലോക കേരള സഭയിൽ നിന്നും വിട്ടുനിന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഗോവർദ്ധൻ ജാമ്യത്തിനായി സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടൻ ജയറാമിന് യാതൊരു ബന്ധവുമില്ലെന്നും പ്രതികളുമായി അദ്ദേഹം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നും SIT വ്യക്തമാക്കി. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും ഗോവർദ്ധൻ ജാമ്യഹർജിയിൽ പറയുന്നു. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി സംബന്ധിച്ച കേസിൽ 13-ാം പ്രതിയും കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ 10-ാം പ്രതിയുമാണ് ഗോവർദ്ധൻ. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ശേഷം ബാക്കിയുണ്ടായിരുന്ന 474.97 ഗ്രാം സ്വർണം വാങ്ങിയതിനു പകരമായി 9.99 ലക്ഷം രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റ് എന്നിവരുടെ പേരിൽ അടച്ചെന്നാണ് ഗോവർദ്ധൻ അവകാശപ്പെടുന്നത്. ഇതിനു പുറമെ 2.7 ലക്ഷം രൂപയുടെ സ്വർണ്ണഹാരം മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചെന്നും ഗോവർദ്ധൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന് പ്രത്യേക അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകി. കൊള്ളയുമായി നടന് യാതൊരു ബന്ധവുമില്ലെന്നും പ്രതികളുമായി അദ്ദേഹം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കിയ SIT ഇനിയൊരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ലെന്നും അറിയിച്ചു. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചെന്നൈയിലെ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജയറാം വ്യക്തമായ മൊഴി നൽകിയിരുന്നു. മൊഴിയിൽ തീയതികൾ മാറിയത് സ്വാഭാവികമായ പിശക് മാത്രമാണെന്നും അതിൽ ദുരൂഹതയില്ലെന്നുമാണ് SITയുടെ നിഗമനം. കേസിൽ ജയറാം പ്രതിയാകില്ലെങ്കിലും കുറ്റപത്രത്തിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തും. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.